അപ്പോൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി കുറച്ച് പോർഷൻസ്, ആകെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ലെൻസിൻ്റെ യൂസസ്. അതത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് അതുകൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഞാൻ പഠിക്കാനായിട്ട് കുറച്ച് ടൈം തരും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഒന്ന് ഓടിച്ച് പഠിക്കാൻ കുറച്ച് ടൈം തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ആണ്? എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പവർ കാണിച്ചേ നോക്കട്ടെ. യെസ്, പവർ. അത്താണ് നമ്മുടെ പിള്ളേര്. ഓക്കെ, അതിലാരാ പവർ ഇല്ലാതിരിക്കുന്നത്? ധ്രുവേ, എന്താണ് പവർ എവിടെ? വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ലൈറ്റ് മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്ഫെറിക്കൽ മിറേഴ്സ് കഴിഞ്ഞു അല്ലേ? കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് പഠിച്ചായിരുന്നു, അതിൻ്റെ യൂസസ് പഠിച്ചായിരുന്നു, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചു അല്ലേ? അതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ടായിരുന്നു: ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, നോർമൽ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദെൻ നമ്മൾ രണ്ട് മെയിൻ ലോസ് ആണ് പഠിച്ചത്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ അല്ലേ? I = R എന്ന് പറയുന്ന ലോ പഠിച്ചു. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ബാക്കി കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ സെക്കൻഡ് ലോ വരുന്നതാണ് the incident ray, reflected ray and the normal at the point of incidence are on the same plane. They are all on the same plane. Okay, then uses പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലെൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ലെൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ലെൻസിനകത്ത് ലെൻസിനകത്ത് നമ്മൾ 2 ടൈപ്സ് ഓഫ് ലെൻസ് ആണ് പഠിച്ചത്: കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ്. കോൾ 1 ഒരാൾ വിളിച്ചോ? യെസ്, പ്രണവ്. ഓക്കെ, Pranav, which lens is known as diverging lens? Concave lens is known as diverging lens because അത് ലൈറ്റ് റേസിനെ ഡൈവേർജ് ആണ് ചെയ്യുന്നത് അല്ലേ? ഡിഫറെൻറ്റ് ഡിറക്ഷൻസിലേക്ക് ഡൈവേർജ് ആണ് ചെയ്യുന്നത്. ബട്ട് കോൺവെക്സ് ലെൻസ് ഈസ് നോൺ ആസ് കൺവേർജിങ് ലെൻസ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പോയിന്റിലേക്ക്, ഒരു പേപ്പറിൻ്റെ ഒരു പോയിന്റിലേക്ക് എല്ലാ ലൈറ്റിനെയും കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ബേൺ ചെയ്തു അല്ലേ? ഹൗ ഡിഡ് ഇറ്റ് ബേൺ? അടുത്ത വിളിച്ചോ? സ്റ്റീവ് ജോസ്. ഞാൻ ടി ജോസ് എന്നാണ് കേട്ടത്. ഓക്കെ, ആരാണ് എൻ്റെ ക്ലാസ്സിൽ ടി ജോസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, സ്റ്റീവ്, എങ്ങനെയാണ് ആ പേപ്പർ ബേൺ ചെയ്തത്? When the lens is placed in the path of the sunlight. സൺലൈറ്റിന്റെ പാത്തിലാണ് നമ്മൾ ലെൻസ് വെച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? The sunlight will go through the lens and it will start burning. ഓക്കെ, അതിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് അത് എല്ലാ സൺറൈസിനെയും ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു അല്ലേ? ബിക്കോസ് നമ്മൾ പ്ലേസ് ചെയ്ത ലെൻസ് ഏതായിരുന്നു? കോൺവെക്സ് ഓർ കോൺകേവ്? കോൺവെക്സ് ലെൻസ് ആയിരുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് കൺവേർജ്ഡ് ഓൾ ദ ലൈറ്റ് റേസ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, യെസ്. ഓക്കെ, അതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇമേജ് ഫോർമേഷൻ പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ 3 ടൈപ്സ് ഓഫ് ലെൻസസ് പഠിക്കാം. 3 ടൈപ്സ് ഓഫ് ലെൻസസ് അല്ല, 2 ടൈപ്പ് ലെൻസും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റുമാണ്. ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റിനകത്ത് എങ്ങനെയാണ് ലൈറ്റ് റേസ് പാരലായിട്ട് വരുന്നു, പാരലായിട്ട് പോകുന്നു അല്ലേ? നോ ഡിസ്ട്രാക്ഷൻസ്. അതുപോലെ കോൺവെക്സ് വരുമ്പോൾ ലൈറ്റ് റേസ് പാരലായിട്ട് വരും, പക്ഷെ അവരെല്ലാവരും ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. കോൺകേവ് ആണെങ്കിൽ ലൈറ്റ് റേസ് പാരലായിട്ട് വരുന്നു, എല്ലാ ലൈറ്റ് റേസും ഡിഫറെൻറ്റ് ഡിറക്ഷൻസിലേക്ക് ഡൈവേർജ് ചെയ്തു പോകുന്നു. ഈ ഫിഗേഴ്സ് കണ്ടു കഴിഞ്ഞാൽ 3 പേരെയും തിരിച്ചറിയാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണ്? സെറ്റ് ആണെങ്കിൽ തംസ് കാണിക്കൂ. ഓക്കെ ആണ്? അവിടെ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതിക്കോളൂ എവ്രിഡേ യൂസസ് ഓഫ് ലെൻസസ്. ലെൻസസിൻ്റെ എവ്രിഡേ യൂസസ്. മിറേഴ്സ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. മിറേഴ്സിൻ്റെ യൂസസും അതുപോലെ തന്നെ റേ ഡയഗ്രംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ലെൻസിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് നമ്മൾ യൂഷ്വലി ഐ ഗ്ലാസസിൽ യൂസ് ചെയ്യാറുണ്ട്. ഗ്ലാസസിലെ കണ്ണടയിൽ യൂസ് ചെയ്യാറുണ്ട്. കോൺവെക്സ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഫാർ സൈറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫാർ സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ഹൈപ്പർ മെട്രോപ്പിയ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഹൈപ്പർ മെട്രോപ്പിയ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല? അതാണ് ആരും വേവ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ അതുപോലെ മയോപ്പിയ 2 കണ്ടീഷൻസ് ആണ്. ഇതൊക്കെ മയോപ്പിയ അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, ഇത് 2 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് വിളിക്കാം. ഹൈപ്പർ മെട്രോപ്പിയ ഫാർ സൈറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, മയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ എന്നെ ഓർത്താൽ മതി.
നേഹ മിസ്സിന് ഓർത്താൽ മതി, ബിക്കോസ് ഐ ഹാവ് ദാറ്റ് കണ്ടീഷൻ. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉള്ളതാണ്. മിസ്സിന് ഏതാണ്? ഷോർട്ട് സൈറ്റ് ആണ്. ഞങ്ങളൊക്കെ ഷോർട്ട് സൈറ്റിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ നല്ല അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഷോർട്ട് സൈറ്റ്. ഷോർട്ട് ഉള്ളത് നമ്മൾ സൂപ്പറായിട്ട് കാണും. പക്ഷേ കുറച്ച് ഫാർ ഉള്ളത് നമ്മൾ അല്ലേ കുറച്ച് റിസ്ക് ആണ്. പക്ഷെ ഞാൻ കണ്ണട വെക്കാത്തത് എൻ്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണട വെക്കാത്തതെന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല. കുറച്ച് ഏജ് തോന്നുന്നു. ആക്ച്വലി ഐ എം ജസ്റ്റ് 23, പക്ഷേ കണ്ണട വെക്കുമ്പോൾ അത് തിരിച്ചിടണം, 32 ആയിട്ട് തോന്നുന്നു. സോ ദാറ്റ്സ് വൈ ഐ ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ഗ്ലാസസ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, പക്ഷെ ഫാർ അവേ ഉള്ള ഒബ്ജക്ട്സിനെ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, കാണാൻ പറ്റില്ല. ദാറ്റ്സ് എ കണ്ടീഷൻ കോൾഡ് മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടെ സൈഡിൽ എവിടെയെങ്കിലും. ഇറ്റ്സ് നോട്ട്, ഇതിപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല, പക്ഷേ അത് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ വരും. 10th ഒക്കെ ആകുമ്പോഴേക്കും പഠിക്കാൻ വരും. അപ്പോഴേക്കും നമ്മളിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, മയോപ്പിയ. യെസ്, ഓക്കെ. അപ്പോൾ മയോപ്പിയ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ് ആണ്. നമുക്ക് അടുത്തുള്ളത് കാണാൻ പറ്റില്ല, അകലുള്ളത് കാണാൻ പറ്റും. ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ, മയോപ്പിയ ഷോർട്ട് സൈറ്റ്. പീപ്പിൾ ക്യാൻ see nearby objects but not far away objects. അങ്ങനെ എഴുതിയാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ജസ്റ്റ് മാത്രം എഴുതിയാൽ മതി. ഹൈപ്പർമെട്രോപ്പിയ വരുമ്പോൾ എങ്ങനെയായിരിക്കുള്ളൂ? വി ക്യാൻ സീ ദ ഫാർ അവേ ഒബ്ജക്ട്സ് ബട്ട് കെ നോട്ട് ബി ഏബിൾ ടു സീ നിയർ ബൈ ഒബ്ജക്ട്സ്. അകലെയുള്ളത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് ഒട്ടും കാണാൻ പറ്റില്ല. ഓക്കെ, നല്ല അകലെ. ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഹൈപ്പർമെട്രോപ്പിയ ആണെന്ന് വിചാരിക്കാം. അങ്ങ് ദൂരെ പ്രാർത്ഥന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങ് ദൂരെ പ്രാർത്ഥന കണ്ടപ്പോൾ പ്രാർത്ഥന, അത് പ്രാർത്ഥന എന്ന് മനസ്സിലായി. അടുത്ത് വന്ന് നിന്നപ്പോൾ നീ ഏതാ, ആരാ, അല്ല എന്താണ് പിന്നെ ചോദിക്കാം. ഓക്കെ, കുറച്ച് വിശേഷം ഉണ്ടല്ലേ? ഉണ്ടല്ലോ, വിശേഷം ഉണ്ട് ചോദിക്കാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഫാർ സൈറ്റ് എന്ന് വിളിക്കുന്നത്. അതും ഒന്ന് എഴുതി വെച്ചേക്കും കേട്ടോ. Far away objects are visible but not nearby objects. ഓക്കെ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതി, ഒന്ന് മനസ്സിലായാൽ മതി അത് ജസ്റ്റ്. ഓക്കെ ആണോ? രണ്ടും എഴുതി വെച്ചോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മയോപ്പിയും ഹൈപ്പർമെട്രോപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. മനസ്സിലായില്ലേ ഗൈസ്? സിമ്പിൾ അല്ലേ? അത് സിമ്പിൾ അല്ലേ? ഗബ്രിയൽ അല്ലേ? ഗബ്രിയൽ ഇല്ലേ ഇവിടെ? എനിക്ക് ഡാനിയലിനെ ഗബ്രിയൽ വേറെ അപ്പുറത്തെ ക്ലാസ്സിലാ മിസ്സേ, മാറിപ്പോരുത് കേട്ടാ. എന്നോട് തന്നെ പറഞ്ഞതാ. ഓക്കെ, യെസ്. വിളിച്ചോ, ഒരാൾ വിളിച്ചോ. ഡാനിയലെ, സോറിടാ. എന്നെ സംബന്ധിച്ച് ഗബ്രിയൽ എന്ന് പറയാൻ കാരണം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആവാറായല്ല, അതാണ് വായിൽ വരുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ? Myopia, the people who can see from people who cannot see objects or anything from short sight. Myopia means short sight. So എങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, ഏതാണ് കാണാൻ പറ്റാത്തത്? ഫാർ അവേ കാണാൻ പറ്റില്ല. എങ്ങനെയാണ് ഫാർ അവേ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഷോർട്ട് ഉള്ളത് അല്ലെങ്കിൽ നിയർ ബൈ ഒബ്ജക്ട്സിന് മാത്രം കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റും, ഫാർ അവേ ഉള്ളത് കാണാൻ പറ്റില്ല. നമുക്ക് പറ്റണത് വെച്ചല്ലേ നമുക്ക് പേരിടാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് സംഭവം. അത്ര ഓർത്താൽ മതി കേട്ടോ. പറ്റണത് വെച്ചാണ് ഒരു പേരിട്ടിട്ടുള്ളത്. ഷോർട്ട് സൈറ്റ് ആകുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റും, ഫാർ സൈറ്റിൽ നമുക്ക് ഫാർ ഉള്ളത് കാണാൻ പറ്റും. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കോൺവെക്സ് ലെൻസ് പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, കോൺവെക്സ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫാർ സൈറ്റ് ഉള്ളവർക്കാണ് കേട്ടോ. നമുക്ക് കോൺവെക്സ് അല്ല മിസ്, നമുക്ക് കോൺകേവ് ആണ്. ഓക്കെ, സോ കോൺകേവ് ലെൻസ്. മിസ് ആ കോൺകേവ് ലെൻസ് ഒന്ന് കാണിച്ചത്. ഓക്കെ, ലെറ്റ് മീ ഷോ യു ഗൈസ്. ഇതാണ് നമ്മുടെ മിസ്സിൻ്റെ ഷോർട്ട് സൈറ്റിന് മിസ് യൂസ് ചെയ്യുന്ന കോൺകേവ് ലെൻസ് കേട്ടോ. അത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ. ലെറ്റ് മീ ഇത് കോൺകേവ് ആണ്. നേരിട്ട് നോക്കുമ്പോൾ മനസ്സിലാവട്ടെ. ദിസ് ഇസ് കോൺകേവ് ലെൻസ്. ഓക്കെ, ആരോണിന് ഊരി കാണിക്കുന്നുണ്ട്. ഇഷാലാണ് ഊരി കാണിച്ചിരിക്കുന്നത്. ഇഷാൽ ഊരി കാണിക്കുന്നുണ്ട്. ആൽത്യ ഊരി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഏതാ ലെൻസ് എന്ന് വല്ലതും അറിയാമോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ.
അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ വിളിച്ചോ. എല്ലാവർക്കും അറിയാവുന്ന വിളിച്ചോ. ആരോണേ, നിന്റെ ലെൻസ് ഏതാണ്? നിന്റെ ഇത് ഏതാണ്? ഡിഫക്റ്റ് ഏതാണെന്ന് പറ, ലെൻസ് ഏതാന്ന് പറ. ഷോർട്ട് സൈറ്റ് ആണ്. സോ കോൺകേവ്. വെരി ഗുഡ്. യെസ്. അടുത്ത ആളാരാണ്? എന്താണ് 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 കുഷ്കാനാ? അപ്പൊ ഡോക്ടറെ, എനിക്ക് തോന്നുന്നു ഡോക്ടർ MBBS കംപ്ലീറ്റ് ആക്കിയിട്ടല്ല, പകുതി വഴി ഇറങ്ങി ഓടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ഡോക്ടറോട് 8ാം ക്ലാസ് പഠിച്ചാലും മതി, 8th പഠിച്ചാലും മതി, ഇത് അറിയാൻ പറ്റും. അപ്പൊ ചിലപ്പോ ഡോക്ടറിന് ചിലപ്പോ വല്ല അതെ സ്ലിപ്പായി പോയതായിരിക്കും പറഞ്ഞപ്പോ കേട്ടാ. അത് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെച്ചാക്കാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളതൊന്നും എടുക്കൂലെന്ന്. എന്തായാലും അവനത് ഒബ്സർവ് ചെയ്താൽ നന്നായി. അടുത്ത ആള് അൽത്തിയ. ഓക്കെ, ഏതാണ് ഡിഫക്റ്റ് ഏതാന്ന് പറ, ഐ ലെൻസ് ഏതാന്ന് പറ. ഷോർട്ട് സൈറ്റ് കോൺകേവ്. ഓക്കെ, അടിപൊളി. ഷോർട്ട് സൈറ്റ് കോൺകേവ് ഇട്ടാ. അപ്പൊ നമ്മളൊക്കെ ഒരു ടീമാണല്ലോ. ലോങ് സൈറ്റ് ഉള്ള ആരുമില്ലേ? കോയിനെഹി ലോങ് സൈറ്റ് ഉള്ളവരെന്ന്. പ്രാർത്ഥന. then where is your spec? അടുത്തുള്ളത് കാണാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, മിസ് ഇപ്പൊ അടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ നീ സ്പെക്ക് യൂസ് ചെയ്യാറുണ്ടോ? കണ്ണട വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അകലേന്നൊക്കെ ആരെങ്കിലും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇപ്പൊ തിരിച്ചു പറയേണ്ടി വരും കേട്ടാ. ഞാനാണ് അകലേന്ന് വരുന്നത്, പ്രാർത്ഥന അവിടെ നിൽക്കുന്നു. ഞാൻ ടാറ്റ കാണിക്കാണ്, പ്രാർത്ഥന ഇങ്ങനെ അകലേന്ന് നോക്കിയിട്ട് ആരാ. ഓക്കെ, എനിവേസ് ഫൺസ് അപ്പാർട്ട്. അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫാർ സൈറ്റ് ഉള്ളവർക്കാണ്. അതുപോലെ മൈക്രോസ്കോപ്സിൽ, ടെലസ്കോപ്സിൽ, ക്യാമറാസിൽ, പിന്നെ നമ്മുടെ സ്വന്തം കണ്ണിൽ. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺവെക്സ് ലെൻസ് കേട്ടോ. സോ ഇതെല്ലാനും കോൺവെക്സ് ലെൻസിൻ്റെ എവറിഡേ യൂസസ് ആണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ കണ്ണിലുള്ള ലെൻസ് നമ്മൾ എവറിഡേ യൂസിൽ വരുന്നതല്ലേ, അതില്ലാതെ നമുക്ക് ഒരൊറ്റ ഡേ എങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഒന്നും അറിയില്ലെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. അവർ ഐസ് contain a natural convex lens. Okay, then concave വരുമ്പോൾ it is used in eyeglasses for near sighted അല്ലെങ്കിൽ short sight എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ നിയർ സൈറ്റ് എന്ന് പറയാം. ആൻഡ് സം സിമ്പിൾ ഒപ്റ്റിക്കൽ ഡിവൈസസ്, പിന്നെ കുറച്ച് ഒപ്റ്റിക്കൽ ഡിവൈസുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കാം. കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. യൂസസ് എഴുതി കഴിഞ്ഞാൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. നന്ദപാലെ, നിനക്ക് ഏതാണ് ഷോർട്ട് സൈറ്റ് ഓർ ലോങ് സൈറ്റ്? അത് നീ എക്സ്പ്രഷൻ വെച്ച് കാണിച്ചു തരൂ, എങ്ങനെയാണ് ഷോർട്ട് ആണോ ലോങ് ആണോ എന്നുള്ളത്. ഷോർട്ട് സൈറ്റ്. നന്ദപാലയുടെ എത്രാമത്തെ സ്പെക്ക് ആണെന്ന് അറിയൂത്? നമ്മൾ പൊട്ടിക്കും, നമ്മൾ എങ്ങനെയെങ്കിലും അത് പൊട്ടിക്കും. അതന്നെ, എറിഞ്ഞങ്ങ് കളയും നമ്മള് സ്പെക്ക്. മിസ്സിന്റെ 3ാമത്തെ ആണോ? എനിക്ക് ആകെ ഒരു ഒറ്റ സ്പെക്ക് വാങ്ങേണ്ടി വന്നുള്ളൂ. പിന്നെ അത് പൊട്ടാതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണേ. സോ ഒരു ദിവസം ഭയങ്കര മൈഗ്രെയിനായിട്ട്, നല്ല തലവേദനയായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജസ്റ്റ് എനിക്ക് മൈഗ്രെയിൻ ആണ്, തലയ്ക്കാണ് പ്രശ്നം, കണ്ണിന് പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, കണ്ണൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ് മൈൻഡിൽ. അപ്പോൾ വെറുതെ ഒന്ന് ഐ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ മൈഗ്രെയിൻ നോക്കിയ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഐ ഒന്ന് ടെസ്റ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, വെറുതെ ടെസ്റ്റ് ചെയ്തേക്കാം, എനിക്കെല്ലാം നോർമലാണ്, വെറുതെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ. ഐ ടെസ്റ്റ് ചെയ്യാനിരുന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം ഈ കണ്ണ് അടച്ചു വെച്ചിട്ട് എൻ്റെ റൈറ്റ് ഐ കൂടെ അവിടെ സ്ക്രീനിലുള്ള സംഭവങ്ങൾ വായിക്കാൻ പറഞ്ഞു. സൂപ്പറായിട്ട് നല്ല സ്പീഡിലേക്ക് വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കണ്ണ് അടച്ചു വെച്ചിട്ട് ലെഫ്റ്റ് ഐ കൊണ്ട് വായിക്കാൻ പറഞ്ഞു. ഒന്നും വായിക്കാൻ പറ്റണില്ല. ആ നിമിഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ലെഫ്റ്റ് ഐ പോയി കിടക്കുകയാണെന്ന്. എന്നിട്ട് ഞാനേ കഷ്ടപ്പെട്ട് വായിക്കാൻ നോക്കിയാണ്, ഓർത്തൊക്കെ എടുത്ത് ഈ കണ്ണുകൊണ്ട് വായിച്ചതിൻ്റെ ഓർമ്മയിലൊക്കെ വായിക്കാൻ നോക്കിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറയണേ കഷ്ടപ്പെടണ്ട, മനസ്സിലായി, കണ്ണ് പോയി കിടക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, അത് എഴുതരാം. 2.5 വാട്ടാണ് എൻ്റെ പവർ. അതായത് ഒട്ടും കണ്ടുകൂടാ ഈ കണ്ണ്, എന്നാലും വെക്കുന്നില്ല കണ്ണട. വെക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ക്ലാസ്സിൽ കയറുമ്പോൾ അതെ തന്നെ നിർബന്ധമാണ്. ക്ലാസ്സിൽ കയറുമ്പോൾ ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല എന്നുള്ളൂ. ആക്ച്വലി ഒരു പൊട്ടക്കണ്ണട ഉണ്ട്,
ഓക്കെ യെസ്. ഇനി ഓക്കെ, ഇതുവരെ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ആക്ച്വലി. ഓക്കെ, ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ, ലെൻസിന്റെ യൂസ് വരെ ഉള്ളൂ നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞ സന്തോഷത്തിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഗൈസ്, സെലിബ്രേറ്റ് ചെയ്യാം. മിസ് നമുക്ക് പൂത്തിരി ഉണ്ടാ? പൂത്തിരി ഉണ്ടാ? എന്നാ പൂത്തിരി തരോ? പൂത്തിരി ഇട്ടിട്ടേ ഇവർക്ക് ഞാൻ കുറച്ച് ടൈം പഠിക്കാൻ കൊടുക്കും. ആ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കും. അങ്ങനെ അതൊരു കുറച്ച് റൗണ്ടുകളായിട്ടാണ് നടത്താൻ പോകുന്നത് കേട്ടോ. എവിടെ പൂത്തിരി? ആ പൂത്തിരി ഒന്ന് കിട്ടിയിട്ട് വേണം നമുക്ക്. എന്റെ മേലെ വന്നില്ലല്ലോ പൂത്തിരി. ആ കൊള്ളാം, പൂത്തിരി നന്നായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വേണ്ട മതി പൂത്തിരി മതി. ഓക്കെ യെസ്. അപ്പോൾ ലെൻസിന്റെ യൂസ് വരെയാണ് നമുക്ക് ഉള്ളത്. സോ എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ കുറച്ച് പോർഷൻസ് ആദ്യം കാണിക്കും, അത് പഠിക്കുക. അത് പഠിച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കും. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ പറയണം. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം ആൻസർ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്സ് കാണിച്ചേ. ഇപ്പം ഞാൻ പറയാം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പ്ലെയിൻ മിററിന്റെ ഡെഫിനിഷൻ പഠിക്കാം, അതുപോലെ സ്പെറിക്കൽ മിററിന്റെ ഡെഫിനിഷൻ പഠിക്കാം. ദെൻ സ്പെറിക്കൽ മിററിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സും ഉണ്ട്. ആ 2 ഡെഫിനിഷൻസ് പഠിക്കാം. ദെൻ 2 ലോസ് പഠിക്കാം, ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ 2 ലോസ് പഠിക്കാം. അതുപോലെ ടേംസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ആ ടേംസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. 2 ലോസും പഠിക്കാം. തൽക്കാലം ഇത്രയും പഠിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലെയിൻ മിററിന്റെ, സ്പെറിക്കൽ മിററിന്റെ ഡെഫിനിഷൻ. സ്പെറിക്കൽ മിറേഴ്സ് 2 ടൈപ്സ് ഉണ്ട്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. അതുപോലെ 2 ലോസ്, അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. പഠിക്കാനായിട്ട് ലാവിഷായിട്ട് ഞാൻ സമയം തരാൻ പോവാണ്, 5 minutes. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ബിഫോർ ദാറ്റ് ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. 2 കസേരയിലിരിക്കുന്ന ആളാരാണത്? ആരാണ് മിസ്? ശ്രീനന്ദ, നീ 2 കസേരയിലാണ് ഇരിക്കുന്നത്. ഓക്കെ 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 യെസ്. എല്ലാവരും എഴുന്നേറ്റുന്നില്ലേ? എങ്ങും സപ്പോർട്ടൊന്നും ചെയ്യേണ്ട. ശ്രീ എന്നെ നോക്കി കൊഞ്ചരം കാണിക്കുന്നു. ഓക്കെ, സപ്പോർട്ടൊന്നും ചെയ്യാതെ നേരെ നിവർന്ന് നിന്നേ നോക്കട്ടെ. ഓക്കെ യെസ്. 5 എണ്ണം, 5 ചാട്ടം. 5, 1, 2. എൻ്റെ കൂടെ ഒരുമിച്ച് എല്ലാവരും നിന്നേ. 1, 2, 3, 4, 5. ഈ ടൈമിങ് തെറ്റിപ്പോയവരൊക്കെ ഞാൻ അവിടെ വന്ന് ശരിയാക്കി തരാം. ആരാണ്? ജോയിൽ ചാടുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ്. ഓക്കെ, ചാടിക്കഴിഞ്ഞാൽ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. യെസ്. കയ്യിലിതേ ഈ മുദ്ര പിടിക്കണം കേട്ടോ. മുദ്ര വേണം, മുദ്ര കണ്ട, ഇത് കണ്ട. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും അറേഞ്ച്മെന്റ് ഒക്കെ പ്രോപ്പർ ആക്കിയില്ലേ? ഓക്കെ യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈറ്റ് റേ, ഒരാളെ വിളിച്ച മിസ് വായിക്കാൻ വയ്യ. വേദ് ഉണ്ണികൃഷ്ണൻ. Read the question for me. A light ray is incident on a mirror and gets reflected by it. The angle made by the incident ray with the normal to the mirror is 40 degrees. What is the angle made by the reflected ray with the... ഓക്കെ യെസ് യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് വായിച്ചു. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലേ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദെൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ആൻസർ പിക്ക് ചെയ്താൽ മാത്രം മതി. പക്ഷെ കുറച്ച് നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്താലേ അത് കിട്ടുള്ളൂ. ആൻഡ് എല്ലാവരും വേഗം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം, ബിക്കോസ് ഇതിൻ്റെ ആൻസർ നമുക്ക് കുറച്ച് എഴുതാനുണ്ട്, അതുകൊണ്ടാണേ. ഇനി നമുക്ക് ഇതൊന്ന് ഡീകോഡ് ചെയ്യാം. A light ray is incident on a mirror and gets reflected by it. ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, കണ്ടോ, അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വന്ന് റിഫ്ലക്റ്റും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വന്ന് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, കണ്ടോ, അതുപോലെ വന്ന് അത് റിഫ്ലക്റ്റും ചെയ്തു പോകുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻസിഡൻറ്റ് റേ വിത്ത് ദ നോർമൽ to the mirror is 40 degree.
ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻസിഡൻറ്റ് റേ വിത്ത് ദ നോർമൽ. ഇൻസിഡൻറ്റ് റേയും നോർമലുമായിട്ടുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ആംഗിൾ ഐ എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 40 ഡിഗ്രി. ആംഗിൾ ഐ ഈസ് 40 ഡിഗ്രി. ആംഗിൾ ഐ ഈസ് ഹൈലൈറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് 40 ഡിഗ്രി. എല്ലാവരും വേഗം മാർക്ക് ചെയ്യുക. ആംഗിൾ ഐ 40 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിഫ്ലക്റ്റഡ് റേ വിത്ത് ദ മിറർ? ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ വെറുതെ ആംഗിൾ ഓക്കെ നമുക്ക് എഴുതേണ്ടത് പിക്ക് ചെയ്യേണ്ടത് 40 ആണെന്ന് പറഞ്ഞ് 40 ടിക്ക് എഴുതിട്ട് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി എ ബിഗസ്റ്റ് ബ്ലണ്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 40 ടിക്ക് ഇടാൻ പാടില്ല. ബിക്കോസ് 40 അല്ല ഇവിടെ ആൻസർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ റിഫ്ലക്റ്റഡ് റേയും അതുപോലെ മിററും തമ്മിലുള്ള ആംഗിളാണ്. ഇതാണ് റിഫ്ലക്റ്റഡ് റേ. കണ്ടോ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ഈ റേയും മിററും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദിസ് ആംഗിൾ. ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്ത് ഏത് ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യൂ. We have given the angle between the incident ray and the normal, that is 40 degree. It is already given 40 degree. So the reflected angle അല്ലെങ്കിൽ angle of reflection will be also എത്രയായിരിക്കും? ഈ ആംഗിളും എത്രയായിരിക്കും? വിളിച്ചോ മിസ്. Yes. Then J. എടാ, this angle is 40 degree. So what will be this angle? R എത്രയായിരിക്കും? എടാ, ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ഐ എന്ന് പറയുന്ന ആംഗിൾ ഇത് അത് 40 ഡിഗ്രി. സോ ആർ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 40 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ ആണ്. അവിടെ വരെ ഓക്കെ ആണ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമല്ല നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദേ ഈ ആംഗിളാണ്. മിററും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ഈ ആംഗിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രിയാണ്. സോ ആംഗിൾ എത്രയായിരിക്കും? ഈ ടോട്ടൽ ആംഗിൾ 90 ആണ് അല്ലേ? ടോട്ടൽ 90 ഡിഗ്രി ആണ്. അതിൽ ഒരു പാർട്ട് 40 ആണ്. സോ ബാക്കി എത്രയായിരിക്കും? ബാലൻസ് എത്രയായിരിക്കും? 90 മൈനസ് 40 അല്ലേ? 90 മൈനസ് 40 ആണ് നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നത്. എത്രയാണ്? ആൻസർ കിട്ടിയവരെല്ലാവരും ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. സ്പീഡിൽ വേവ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ശുഷ്കാന്തി ഒന്ന് കാണട്ടെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടിയവരെല്ലാവരും വേവ് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ പറയാൻ വേണ്ടി തന്നെയല്ലേ? അല്ലാതെ 45 40 പറയാനല്ലല്ലോ. അല്ലല്ലോ. വിളിച്ച മിസ് ഒരാളാ ശ്രീയനെ വിളിക്കൂ. ശ്രേയ മാറിപ്പോയി. नीचे और नीचे जाओ. दूसरा साइड. हाँ അവിടെ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് 4. ഇപ്പൊ അവിടെ ബുക്ക് വെച്ച് മറച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ കേമി വെറുതെ അല്ല മിസ്സിന് കിട്ടാങ്ങിയത്. ബുക്ക് വെച്ച് മുഖവും മറച്ചു വെച്ചിരിക്കുകയാണ്. 50. യെസ്, ഇതിനാണോ മുഖവും മറച്ചു വെച്ചിരുന്നത്? അമ്പടി കേമി. ഓക്കെ, സോ 90 മൈനസ് 40 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ ഫിഗറും വരച്ചു ക്വസ്റ്റ്യനും എഴുതിയെങ്കിലും ഒന്ന് വേവ് ചെയ്തേ. ഫിഗറും വരച്ചു ക്വസ്റ്റ്യനും എഴുതി. ഇനി നമുക്ക് ആൻസർ കുറച്ച് ഭംഗിയിൽ അങ്ങ് എഴുതി വെക്കാം. ഓക്കെ, ആൻസർ 50 ഡിഗ്രി ആണ്. ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട്. ഇഫ് ദ ഇൻസിഡന്റ് റേ മേക്സ് എ 40 ഡിഗ്രി ആംഗിൾ വിത്ത് ദ നോർമൽ, ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 40 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി ആയിരുന്നു. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. നമുക്ക് അവിടെ വരെയും കിട്ടി. Now angle between the reflected ray and the mirror is equal to 90 degree minus angle of reflection, that is 90 degree minus 40, which is 50 degree. Okay, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഇല്ലാതെ ഒരു 2 മാർക്സിന് തന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു 2 മാർക്കിന് ചെയ്യാൻ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പ്ലനേഷൻ എഴുതേണ്ട വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സ്പ്ലനേഷൻ ആദ്യമേ എഴുതി വയ്ക്കാം. 1 മാർക്കിന് ഓപ്ഷൻസോടെ തരുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. എക്സ്പ്ലനേഷൻ ഓക്കെ ആണെങ്കിൽ ഡബിൾ തമ്പ്. എക്സ്പ്ലനേഷൻ ഓക്കെ ആണെങ്കിൽ ഡബിൾ തമ്പ് വിത്ത് പവർ. എവതേ ഓ, ശ്രേയക്ക് ഇത്തിരി പവർ കൊടുക്കാൻ എന്താ വഴി? എവിടെയെന്ന് പറഞ്ഞാൽ എവിടെയെന്നായി പോയല്ലേ.
ശ്രേയക്ക് ഇത്തിരി പവർ കൊടുക്കാൻ എന്താ വഴി? മിസ്സിൻ്റെ കുറച്ച് പവർ വരുത്തിരിപ്പുണ്ടോ? ഓക്കെ, വേഗം എഴുതൂ, വേഗം എഴുതൂ, വേഗം എഴുതിയാൽ ഉടനെ അടുത്ത പ്രോബ്ലം തരാം. ലക്കി ഗൈസ്. ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ. ബ്രേക്ക് ഇല്ല, ബ്രേക്കിനോ, നോ ബ്രേക്ക്. ഇത് കഴിഞ്ഞാൽ അടുത്തത്. നിങ്ങൾ എന്താ മിസ്സേ, കുപ്പിന്ന് വന്ന ഭൂതമാണോ? തിരുമ്പ പണി തരാൻ. കഥം എഴുതി കഴിഞ്ഞവരൊന്ന് തംസ് കാണിച്ചേ, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞവർക്ക് നമുക്ക് വെടിവെക്കാം. സ്റ്റീവ് പേ ഒക്കെ 47 ആയിട്ട് വരും കേട്ടോ. പീരങ്കിയൊക്കെ എടുത്ത് വരുമോ? ഞാൻ എക്കത്തിനും വെടിവെച്ച് വീഴ്ത്തി. ഇനി എൻ്റെ വെടിവെക്കാൻ പറ്റില്ല, സോറി ഗൈസ്. സ്റ്റീവേ 9mm ആണോടാ? ഓ മൈ ഗോഡ്, ബോംബർ കേട്ടോ ഞാൻ. ഓക്കെ ഓക്കെ. അനന്യ, ഇന്ന് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇരിക്കണ്ടേ? കഥ കേൾക്കാനുണ്ടാവും ചിലപ്പോ. അയ്യോ, ഇന്ന് ഉദിത്തില്ലേ? ഉദിത്തിനെ ഞാനും കണ്ടില്ല. ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഞാനും അനന്യയും ഉദിത്തും കൂടി ഇവിടെ കഥ കേൾക്കാനിരിക്കും. ആരുടെ കഥ? നന്ദാബാലയുടെ കഥ. ഗായ്സ്, നിങ്ങൾ കേൾക്കേണ്ട കഥ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അവസാനം നമ്മൾ കരഞ്ഞ് കാല് പിടിച്ച്, അവസാനം ഞാനിങ്ങനെ കഥ കേട്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ എന്നിട്ടുണ്ടോ കഴിയുന്നത്? ഇതാണ് അവസ്ഥ. എന്നാലും നീ പറഞ്ഞോട്ടോ, അങ്ങ് കേട്ടോളാം. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവ് ചെയ്യാം. Then we can go for a short break, I guess. അല്ലേ മിസ്സേ? അപ്പോൾ ഒരു കുട്ടി ബ്രേക്ക് ആണ്. അത് കണ്ടൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ, ഫിഗർ ഷോസ് 3 different situations where a light ray falls on a mirror. ഒരു മിററിൽ ലൈറ്റ് റേ ഫാൾ ചെയ്യുന്ന 3 ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇൻ ഈച്ച് കേസ്? ഓരോ കേസിലെയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് ഫിഗർ കണ്ടുപിടിക്കണം. അതായത് ഫിഗർ കണ്ടിട്ട് മനസ്സിലാവണം ഇതിൽ എത്രയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത്. ഇതിൽ ഫിഗർ എ എന്ന് പറയുന്ന ഇതാണ്. വരച്ചോളൂ, ഫിഗർ എ വരച്ചോളൂ. ഫിഗർ എ ഇതാണ്. ഇതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും വരാമെന്നുള്ളത് നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, എനി ഗസ്സസ്? ഈ ഒരു ഫിഗർ കണ്ടിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇത്രയായിരിക്കും എന്ന് ഗസ് പറയാം റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. വേദ് വി നായർ. വി ഹാവ് വേദ് ഉണ്ണികൃഷ്ണൻ അല്ലേ? ഉണ്ണികൃഷ്ണൻ ഉണ്ട്, വേദ് വി നായർ ഉണ്ട്. Okay, yes. So Ved V Nair, tell me what will be the angle of reflection here? എത്രയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ഇവിടെ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0. അതെങ്ങനെ കിട്ടി? 0 ആണെന്ന് എങ്ങനെ മനസ്സിലായി? യെസ്, അത് നോർമലിന് നേരെയാണ് വന്നിട്ടുള്ളത് അല്ലേ? ദാറ്റ് ഈസ്, ഇതാണ് മിറർ എങ്കിൽ ഇതായിരിക്കും നോർമൽ. ഈ നോർമലിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഇൻസിഡന്റ് റേയും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ തന്നെയായിരിക്കും റിഫ്ലക്റ്റഡ് റേയും പോകുന്നത് കേട്ടോ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിലും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെങ്കിലും അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണ്ടേ? അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആയിട്ടില്ല. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഹിയർ ഇതിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ താഴെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. 0 ഡിഗ്രി അങ്ങനെ തന്നെ എഴുതണം. ഫിഗറും വരച്ചു, ആൻസറും എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ അയ്യോ, നന്ദാബാലയുടെ തോക്കിന്റെ ഉണ്ട് എന്റെ നേരെയാണല്ലോ വരുന്നത്. നീ എന്നെ കഥ പറഞ്ഞ് വീഴ്ത്തുന്ന കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, നന്ദാബാലയുടെ സ്കൂളിൽ അവളെ ഭീഷണിപ്പെടുത്തുന്ന, അവൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ശത്രുക്കളുണ്ട്. അവരെ നമുക്ക് ഇടിക്കാൻ പോകണം. ആരൊക്കെ എൻ്റെ കൂടെ വരും? വരാൻ റെഡി ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേ.
നന്ദാബാലട സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ റെഡി ആയിട്ടുള്ളവർ. ഓ പ്രാർത്ഥനയൊക്കെ. ഓ സ്റ്റീവേ നീ ഉണ്ടോ? അപ്പൊ നമ്മ ജയിച്ചു. അപ്പൊ നമ്മ ജയിച്ചടാ, ജയിച്ച്. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. അയ്യോ ഇതാരും കേക്കണ്ട, ഗുണ്ടായുസത്തിന് പോണ കാര്യം. ഓക്കെ ഓക്കെ, വിട്ടുകളാം. ഓക്കെ യെസ്. ഇനി അടുത്തൊരു ഫിഗർ കാണിക്കാം. ഈ ഫിഗറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മിറർ ജസ്റ്റ് ഒന്ന് ടിൽട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ചരിച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർമലിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദിസ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 90 ഡിഗ്രി കേട്ടോ. ഇവിടെ 90 ഡിഗ്രി തന്നെയാണ്. ഇവിടെ എത്രയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? വിളിച്ചോ, അടുത്ത ആൾ വിളിച്ചോ. ദൃശ്യ. ഇവിടെ എത്രയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? 90 ഡിഗ്രി. How did you get that? അല്ല, അപ്പം അതല്ല. അങ്ങനെയാണെങ്കിൽ മിസ് അങ്ങനെ ചോദിക്കില്ലായിരുന്നു. എത്രയായിരിക്കും? ഇവിടെയും നമുക്ക് നോർമലിന്റെ നേരെ തന്നെയാണ് ഇൻസിഡന്റ് റേ വന്നിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ നമ്മൾ ചരിച്ച് മിറർ വരച്ച് കഴിയുമ്പോൾ ഇതായിരിക്കും നോർമൽ. ഓക്കെ, അവിടെ തന്നെയാണ് ഇൻസിഡന്റ് റേയും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ തന്നെയായിരിക്കും റിഫ്ലക്റ്റഡ് റേയും പോകുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. വരച്ചും കഴിഞ്ഞു, എഴുതിയും കഴിഞ്ഞു. പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തംസ്. ആൽത്തിയുടെ ഡ്രസ്സ് സൂപ്പർമാൻ ആണോ അത്? അല്ലല്ലേ, ഡയമണ്ട് ആണോ? ആ ഓക്കെ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ഫിഗർ. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ മിറർ ഇപ്പോഴും ടിൽട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് നോർമൽ തന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ നോർമൽ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് നോർമലിനോട് 20 ഡിഗ്രി ആംഗിളിലാണ് ഇൻസിഡന്റ് റേ ഉള്ളത്. സോ വാട്ട് വിൽ ബി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? കിട്ടിയവരെല്ലാവരും ആൻസർ കിട്ടിയവർ. ഇവിടെ വേവ് ചെയ്യാണ്ട് ഒരാൾ പോലും ഇരിക്കാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് സിമ്പിൾ. എല്ലാവരും വേവ് ചെയ്തോണം. വേദ് കിട്ടിയോ? കോൾ വേദ്. താഴെ ഏറ്റവും താഴെ. യെസ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കിतने होगा? എത്രയായിരിക്കും ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഇതായിരിക്കും അപ്പോൾ റിഫ്ലക്റ്റഡ് റേ അല്ലേ? ഇത് ഇൻസിഡന്റ് റേ, ഇത് നോർമൽ, ഇതായിരിക്കുമല്ലോ അപ്പോൾ റിഫ്ലക്റ്റഡ് റേ. ഞാനൊരു റേ വരച്ചു, റിഫ്ലക്റ്റഡ് റേ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വരച്ചു. അത് എത്ര ആംഗിൾ ആയിരിക്കും? ഇത് എത്ര ആംഗിൾ ആയിരിക്കും? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ 20 ആണ്. ഈ ആംഗിൾ 20 ആണ്. സോ ബാക്കി ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 20 ആയിരിക്കും അല്ലേ? നോർമലും ഇൻസിഡന്റ് റേയും ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് 20 ആണ്. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? 20 തന്നെയായിരിക്കും. ഓക്കെ, ഫിഗർ വരക്കാം, ദെൻ എഴുതാം കേട്ടോ. ഫിഗറിന്റെ കൂടെ ഈ റിഫ്ലക്റ്റഡ് റേ കൂടി ഒന്ന് വരക്കാം. എന്നിട്ട് താഴെ എഴുതാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, സോ ദർ ഇസ് നോ മാറ്റർ വെദർ ദ മിറർ ഇസ് ടിൽറ്റ് ഓർ സ്ട്രെയിറ്റ്. അവിടെ എങ്ങനെയാണ് ലൈറ്റ് റേ വരുന്നതെന്നുള്ളതിലാണ് അതിൽ കാര്യം കേട്ടോ. അല്ലാണ്ട് നമ്മുടെ മിറർ ടിൽറ്റ് ആക്കി വെച്ചാലും സ്ട്രെയിറ്റ് ആക്കി വെച്ചാലും ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. എഴുതി കഴിഞ്ഞു. സെറ്റ് ആണെങ്കിൽ ഒരു പഞ്ച്. സ്ക്രീൻ പൊട്ടി പോണം. എടാ അതില് ശരിക്കും പൊട്ടും. എടാ ഇടിക്കൽ. അയ്യോ ടെൻഷനായി പോയി. നേത്രേ കൂട്ടുകാരി, കം ബാക്ക് ടു ദിസ് യൂണിവേഴ്സ്. ഇവിടെ നേഹാമിസ് ഉണ്ട്, ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എവിടെയായിരുന്നു? ഏത് യൂണിവേഴ്സിലായിരുന്നു? അവിടെ ഏത് സ്പൈഡർമാൻ ആയിരുന്നു? അമേസിംഗ് സ്പൈഡർമാൻ ആയിരുന്നോ? ഓക്കെ ഒന്ന് വിളിച്ചേ. നേത്ര ഒന്ന് വിളിച്ചേ. ഇടി നിർത്തടാ. ഇടി നിർത്ത്. മതി പഞ്ച് ചെയ്തത് കേട്ടോ. അവരെ നന്ദാബാലയുടെ സ്കൂളിൽ പോകാൻ പ്രാക്ടീസ് ചെയ്തതാ. നേത്രേ 3 ഫിഗേഴ്സ് മനസ്സിലായോ? എല്ലാം സെറ്റാണ് ഒന്നുമില്ലേ? വെറുതെ ചോദിച്ചാ. ഓക്കെ യെസ്. ഇനി നമുക്ക്
കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടു. ഇനി നമുക്ക് ഒരു 2-3 ടോപ്പിക് കൂടി ഒന്ന് പഠിക്കാനായിട്ട് സമയം തരാം. അത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി പഠിക്കേണ്ടത് എന്ന് പറയുന്നത് യൂസസ് ഓഫ് കോൺകേവ് മിററും യൂസസ് ഓഫ് കോൺവെക്സ് മിററും പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ വൈ കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ സൈഡ് മിറേഴ്സ് ഇൻ ഓട്ടോമൊബൈൽസ്. ആ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും എന്താണ്, കുറച്ച് എന്താ പറയുക, ലാർജ് ഏരിയ കവർ ചെയ്തുകൊണ്ട് നമുക്ക് വ്യൂ കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഒന്ന് പഠിക്കണം. ദെൻ ഇമേജ് ഫോർമേഷൻ പഠിക്കാം. ദെൻ ലാറ്ററൽ ഇൻവേർഷൻ പഠിക്കണം. പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടി എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ object and the mirror is equal to the distance between the image and the mirror. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഈ ലിസ്റ്റിൻ്റെ കൂടെ 4th പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഡിസ്റ്റൻസ് ഭംഗിയിൽ എഴുതാം ഞാൻ. അടുത്ത പോയിന്റ് ഞാൻ എഴുതി കഴിയുന്നവരെല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നല്ലേ. ആരാണ് അത് കാണിക്കാം കേട്ടോ, കാണിക്കാം ഒരു മിനിറ്റ്. ഈ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ. ദാറ്റ് ഈസ്, ഇതൊരു പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, ഇതൊരു പ്ലെയിൻ മിറർ ആണ്. ആൻഡ് ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് പ്ലെയിൻ മിറർ. ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ മിററിൽ നിന്ന് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ നിൽക്കുകയാണ്. സോ വേർ വിൽ ബി ദ ഇമേജ് ഫോംഡ്? അടുത്ത ആൾ വിളിച്ചു. ചാരു. എടാ, ഇമേജ് ഫോം ചെയ്യുന്നത്, ഞാൻ ഒരു കാര്യം പറയാം, ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൻ്റെ ആ റിഫ്ലക്റ്റിംഗ് സർഫസിലായിരിക്കില്ല, മിററിൻ്റെ ബാക്കിലായിരിക്കും എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത്. നമുക്കിങ്ങനെ നേരെ നോക്കുമ്പോൾ ശരിക്കും മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലുള്ള പോലെ തോന്നും. ആക്ച്വലി അത് അതിൻ്റെ ഉള്ളിൽ ബാക്കിലാണ് ശരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് ബാക്കിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? യെസ്, പ്ലെയിൻ മിറർ ആയതുകൊണ്ട് അത് 5 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഫോം ചെയ്യുന്നത് കേട്ടോ. അതാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the distance between the object and the mirror is equal to the distance between the image and the mirror. ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസ്. പോയിന്റ് മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് വേവ് ചെയ്തേ. ആ ഒരു പോയിന്റ് സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ ആണോ ദിയ? ഓക്കെ ഓക്കെ, യെസ്. ആ പോയിന്റ് കൂടെ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ, 4th പോയിന്റ്. സോ ഇത് കൂടി ഒന്ന് പഠിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ കൂടി പഠിക്കാം. ഈ 4th പോയിന്റ് കൂടി ജസ്റ്റ് ആഡ് ചെയ്തു പഠിക്കുന്ന കൂട്ടത്തിൽ. അതിന് മുന്നേ ലാറ്ററൽ ഇൻവേർഷൻ കാണിച്ചിരുന്നു. ഇതല്ലേ വേണം എന്ന് പറഞ്ഞത്? ആരായിരുന്നു ഇത് വേണം എന്ന് പറഞ്ഞത്? ആരോൺ. ഓക്കെ, ആരോണെ. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരെ പഠിക്കണം. പ്ലെയിൻ മിററിലെ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് വരെ ഒന്ന് പഠിക്കാം. ഞാനൊരു കുറച്ചധികം ടൈം തരാം, ഒരു 3 minutes ടൈം തരാം. ഓക്കെ, വേഗം പഠിച്ചു തീർക്കാം. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. വേഗം നോക്കാം. എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ, സമയം ഉണ്ടാകാൻ വഴിയില്ലല്ലോ പിന്നെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ the cap of a sketch pen is placed in front of 3 types of mirrors. We have given 3 types of mirrors കേട്ടോ. നമുക്ക് 3 മിറേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു പെന്നിൻ്റെ ഒരു സ്കെച്ച് പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഈ ഓരോ മിറേഴ്സിനെ മുന്നിൽ വെച്ചു. അപ്പം നമുക്ക് കിട്ടിയ ഇമേജസ് ആണ് ഈ ഫിഗേഴ്സിൽ കാണുന്നത്. ഓക്കെ, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ്. ഫിഗർ 1ന് മാച്ച് ആയിട്ടുള്ള മിറർ ഏതാണ്, ഫിഗർ 2ന് മാച്ച് ആയിട്ടുള്ള ഏതാണ്, ഫിഗർ 3ക്ക് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? ജസ്റ്റ് ലൈൻ ഇട്ട് വെച്ചാൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഓക്കെ, സോ ഫിഗർ 1ൽ
നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു, ഈ ഒബ്ജക്റ്റിന്റെ വലുതാണോ ചെറുതാണോ സെയിം സൈസിലുള്ള ഇമേജ് ആണോ കിട്ടിയത്? വിളിച്ചോ മിസ്. Yes, Said. कौन है? Said. സെയ്ദ്. ഓക്കെ എടാ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. കിട്ടിയ ഇമേജ് എങ്ങനെയാണ്? വലുതാണോ ചെറുതാണോ സെയിം സൈസ് ആണോ എങ്ങനെയാണ്? എന്താണ് എന്താണ് Image കാണിച്ചു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇമേജിൽ ഇത് ഒബ്ജക്റ്റ്, കിട്ടിയ ഇമേജ് എങ്ങനെയാണ്? ചെറുതാണോ വലുതാണോ സെയിം സൈസ് ആണോ എങ്ങനെയാണ്? ചെറുതാണല്ലേ. ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. ഇമേജ് ഡിമിനിഷ്ഡ് ആയിട്ട് വരുന്നത് നമുക്ക് രണ്ട് കേസ് ഉണ്ട്. കോൺകേവിലും വരും കോൺവെക്സിലും വരും ഡിമിനിഷ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, കോൺകേവ് മിററിലും വരും കോൺവെക്സ് മിററിലും വരും. ഇനി അടുത്ത ഇമേജ് ഒന്ന് നോക്കാം. അടുത്ത ആൾ വിളിച്ചോ. Yes. Althea. അൽത്യ. ആ എ ഡയമണ്ട്. ഓക്കെ, സെക്കൻഡ് ഇമേജിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്? വലുത് ചെറുത് നോർമൽ എങ്ങനെയാണ്? എൻലാർജ്ഡ് ആണല്ലേ. എൻലാർജ്ഡ് ഇമേജ് വരുന്നത് ഏതിലാണ്? പ്ലെയിനിലാണ് കോൺവെക്സിലാണ് കോൺകേവിലാണ്? കോൺകേവിലാണ്. അത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. എൻലാർജ്ഡ് വരുന്നത് ഒരേ ഒരു മിററിൽ മാത്രമാണ്, അത് കോൺകേവ് ആണ്. സോ നമുക്ക് ഒന്നും നോക്കണ്ട. ഈ സെക്കൻഡ് ഇമേജ് നേരെ നമുക്ക് കോൺകേവിലേക്ക് മാർക്ക് ചെയ്യാം. ബ്ലാക്ക് ഇങ്ക് ആയിരുന്നു. നോക്കട്ടെ, കോൺകേവിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് എന്തായാലും കോൺകേവിലേക്ക് മാർക്ക് ചെയ്യാം, ബിക്കോസ് അതിൽ നമുക്ക് വേറെ ആരും വരില്ല. ഇനി തേർഡ് വൺ സെയിം സൈസ് അല്ലേ? അടുത്ത ആൾ വിളിച്ചോ. Yes, Joel. ജോയൽ. സെയിം സൈസ് വരുന്നത്, ഇനി ബാക്കി രണ്ടുപേരേ ഉള്ളൂ, പ്ലെയിൻ മിററും കോൺവെക്സും. സെയിം സൈസ് കിട്ടുന്നത് ഏതിലായിരിക്കും? ആൻസർ സെയിം സൈസ് വരുന്നതാ. പ്ലെയിൻ മിററിൽ എങ്ങനെയായിരിക്കും ഇമേജിന്റെ സൈസ് വരുന്നത്? നീ പ്ലെയിൻ മിററിന്റെ മുന്നിൽ നിൽക്കാണ്. നിന്റെ വീട്ടിൽ മിറർ ഉണ്ടല്ലോ, പ്ലെയിൻ മിറർ. അതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിന്റെ സൈസ് എങ്ങനെയാണ് വരാ? ചെറുതാണോ വലുതാണോ സെയിം സൈസ് ആണോ? സെയിം സൈസ്. അപ്പൊ ഇത് ഇവിടെ സെയിം സൈസ് വന്നിരിക്കുന്ന ഏത് ഇമേജ് ആയിരിക്കുള്ളൂ? ഏത് മിറർ ആയിരിക്കുള്ളൂ? പ്ലെയിൻ മിറർ. അപ്പൊ തേർഡ് ഫിഗർ എന്താണ്? പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, അപ്പൊ തേർഡ് പ്ലെയിനുമാണ്, സെക്കൻഡ് കോൺകേവുമാണ്. സോ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അത് കോൺവെക്സ് ആയിരിക്കും കേട്ടോ. നമുക്കറിയാം കോൺവെക്സിൽ എപ്പോഴും ചെറിയ ഇമേജ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഈ റെക്റ്റാൻഡ് ഡിമിനിഷ്ഡ് ഓർമ്മയില്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേ നോക്കട്ടെ. ഓക്കെ ആണോ? ഒരു കയ്യിൽ പവർ പോരാ, രണ്ട് കയ്യിൽ പവർ വേണം. സെയ്ദ് ഓക്കെ ആണോടാ? സെയ്ദ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് പ്രോപ്പറായിട്ട് ഒരു രണ്ടെണ്ണം കറക്റ്റ് മാച്ചിങ് വന്നാൽ ഓഫ് കോഴ്സ് അടുത്ത ഏതായിരിക്കുള്ളൂ? ബാക്കിയുള്ളതായിരിക്കും വരുന്നത്. അതങ്ങനെ ട്രിക്കി, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇനി നമുക്ക് ലെൻസിലാണെങ്കിൽ നോക്കാം. ലെൻസിലാണെങ്കിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലൈൻസ് ആയിരുന്നു നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഈ സെയിം ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ലെൻസിലാണെങ്കിൽ, ലെൻസിൽ നമുക്ക് പ്ലെയിൻ മിറർ എന്നുള്ളൊരു കേസില്ല, നമുക്കവിടെ ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇമേജ് ഒന്ന് ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ഓക്കെ, വിളിച്ചോ മിസ്. റെയ്ഹാനെ ഫസ്റ്റ് ഫിഗറിൽ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്? ഭയങ്കര വലുതാ. അങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിക്കുന്നില്ലല്ലോ. എൻലാർജ്ഡ് അല്ലേ? എൻലാർജ്ഡ്. ഓക്കെ, ലെൻസിന്റെ കേസ് ഇവിടെ നമുക്ക് ലെൻസ് ആണ് കേട്ടോ. ലെൻസിന്റെ കേസിൽ അല്ല, അതാണ് ലെൻസിന്റെ കേസിൽ വലിയ ഇമേജ് തരുന്നത് ഏത് ലെൻസാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ വലുത് തരുന്നത്? കോൺവെക്സ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു മിടുക്കൻ. ഓക്കെ, അപ്പോൾ കോൺവെക്സ് നമുക്ക് ആദ്യം കിട്ടി അല്ലേ? വലിയ ഇമേജ് തരുന്നത് കോൺവെക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് മിറർ ആണെങ്കിൽ അത് കോൺകേവ് ആണ്, വലുത് വരുന്നത് കോൺകേവ് ആണ്. ലെൻസ് വരുമ്പോൾ നേരെ തിരിച്ച്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ലെൻസിന് നേരെ തിരിച്ചാണ്. കോൺവെക്സ് ആണ് ഇവിടെ വലിയ ഇമേജ് തരുന്നത്. അപ്പൊ ചെറുത് തരുന്നത് ആരായിരിക്കും? ഒബ്വിയസ്ലി അടുത്ത ആൾ വിളിച്ചോ. അൻവിത, ചെറിയ ഇമേജ് തരുന്നത് ഏത് ലെൻസ് ആയിരിക്കും?
കോൺകേവ് മിസ്സേ, കോൺകേവ്. ഇതെനിക്ക് കിട്ടി മിസ്സേ. ആ ശരി കണ്ട, ചോദിക്കും മിസ്സേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത വിളിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റീവ് ജോസ്. സ്റ്റീവേ, ഇത് ഭയങ്കര ആലോചിച്ച് പറയേണ്ട ഒരു ആൻസർ ആണ് കേട്ടോ, ഫൈനൽ ആൻസർ. തേർഡ് ഫിഗർ ഏതായിരിക്കും? ആലോചിക്കും, നിനക്ക് കിട്ടും. അതിൽ അവനിട്ട ചെറിയ ആക്ടിങ് കണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, സോ ലാസ്റ്റ് ഫിഗർ സെയിം സൈസ് ആണ്. സെയിം സൈസ് വരുന്ന എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ് പീസ് ആണ് കേട്ടോ, പ്ലീസ് എന്നൊക്കെ. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെ ഫിഗേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് ഏത് ലെൻസ് ആണ് അല്ലെങ്കിൽ ഏത് മിറർ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിക്കാം. ഒരു കയ്യിൽ സിമ്പിൾ തംസ്. സിമ്പിൾ ആയതുകൊണ്ട് സിമ്പിൾ തമ്പ്. സ്റ്റീവേ, വാട്ട്സ് റിയലി റോങ് വിത്ത് യു മാൻ? എന്താ? ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആടാ, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വിളിച്ചോ. ഓക്കെ, ഓക്കെ. അപ്പോൾ അതേ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വായിക്കാനായിട്ട് ഒരാൾ മിസ്. കോനായക. സ്റ്റീവ് ഒന്ന് വായിച്ചേടാ, ക്വസ്റ്റ്യൻ വായിച്ചേ. When the light is incident along the normal on the mirror which of you. ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു കേട്ടോ മിസ്സേ? When the light is incident along the normal on the mirror, അയ്യോ. ഓക്കെ, അതാണ് അയ്യോ പറഞ്ഞല്ലേ. ഓക്കെ, ബാക്കി ഒന്ന് വായിച്ചേ. മിറർ ബാക്കി. When the light is incident along the normal on the mirror, which of the following statement is true? True. Okay. ആൻസർ പറയണ്ട, വെയിറ്റ് ചെയ്. ബാക്കിയുള്ളവരൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ when the light is incident along the normal on the mirror, ഓക്കെ, മിററിലേക്ക് നോർമൽ ആയിട്ടാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. which of the following statement is true? 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 90 ഡിഗ്രി. ട്രൂ ആണെങ്കിൽ തംസ്, ട്രൂ അല്ലെങ്കിൽ തംസ് ഡൗൺ. ഏതാണ്? ഇതിങ്ങനെ പിടിക്കരുത്, ആരും ഇങ്ങനെ പിടിക്കരുത്, അത് ഫൗളാണ്. ഇതല്ലെങ്കിൽ ഇത് തംസ് ഡൗൺ ആണ്. അനന്യ നോക്കിയേ, അനന്യ മിസ് നോക്കുമ്പോ ഇങ്ങനെയും പിടിക്കാം. ഓക്കെ, തംസ് ഡൗൺ ആണല്ലേ, ബിക്കോസ് 90 ഡിഗ്രി അല്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ. ഓക്കെ, ഇത് മിറർ, ഇത് നോർമലാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ലൈറ്റ് വരുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോർമലിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇൻസിഡൻറ്റ് റേ വന്നിട്ടുള്ളത്. സോ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0 ഡിഗ്രി. നമ്മൾ ഓൾറെഡി അത് വെച്ചൊരു പ്രോബ്ലം ചെയ്തതുമാണ്. ഓക്കെ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ഡിഗ്രി ആയിരിക്കും. ഈ ക്വസ്റ്റ്യനും അതിൻ്റെ കറക്റ്റ് ഓപ്ഷനും എടുത്ത് എഴുതിക്കോ കേട്ടോ. നമുക്ക് സമയമുണ്ടോ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാൻ? ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മിസ് അനുവദിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് 60 ഡിഗ്രി. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വൺ ഓഫ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഞാനൊരു ഈ ക്വസ്റ്റ്യൻ എഴുതാം എല്ലാവരും. ദെൻ ഒരു പ്ലെയിൻ മിറർ വരക്കാം, നോർമൽ വരക്കാം, ഇൻസിഡൻറ്റ് റേ വരക്കാം, ആൻഡ് റിഫ്ലക്റ്റഡ് റേ വരക്കാം. സ്റ്റീവ് ആണത്. And we have given the angle between the incident ray and the reflected ray, not the angle between incident ray and normal. Okay, നമുക്ക് തന്നിരിക്കുന്നത് ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. കണ്ടോ, ഈ ഒരു കംപ്ലീറ്റ് ആംഗിൾ ആണ് 60 ഡിഗ്രി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കാം? വിളിച്ചോ മിസ്. അതിൽ നിന്ന് വിളിച്ചില്ല അല്ലേ? അതില് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പഞ്ച് ഒരു ബിസി. ഓക്കെ, യെസ്, ഇതിന്റെ ഹാഫ് എടുത്താൽ മതി അല്ലേ? ബിക്കോസ് നമുക്ക് ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദേ angle I plus angle R is equal to 60 degree. And
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എഴുതണം കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാല്യൂ മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനാണെങ്കിൽ എക്സ്പ്ലനേഷൻ വേണം. അപ്പം നോക്കാം, ആദ്യമേ നോക്കാം എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് എഴുതാം. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 60/2 ഈസ് ഈക്വൽ ടു അവർ പറയട്ടെ, വിളിച്ചോ. Yes, Harinanda. ഹരിനന്ദ എത്രയായിരിക്കും ഫൈനൽ ആൻസർ? 30 ഡിഗ്രി. ഡിഗ്രി വേണം കേട്ടോ, Degree ആണല്ലേ? ഡിഗ്രി വേണം. മിസ്സിനുണ്ടോ ഡിഗ്രി? Degree. ആയിട്ടില്ല, ആവുന്നു. ആവണുള്ളൂ. ആവട്ടെ, പറയാം. ആൻസർ 30 ഡിഗ്രിയാണ്. എഴുതി കഴിഞ്ഞോ? ഇനി സമയമുണ്ടോ മിസ്സേ? ഇനി സമയമില്ല. ഇനി സമയമില്ല അല്ലേ? ഓക്കെ, ഷോ. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ ആൽത്തിയ? കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തിരിക്കാൻ നല്ല രസമല്ലേ? ഓക്കെ ഓക്കെ, യെസ്. എന്താ പോലെ അവിടെ നിന്ന് പല്ല് കടിക്കണം. പ്രോബ്ലം ചെയ്യണമല്ലോ മിസ്സ്. കലിപ്പ്. കലിപ്പ്. നീ എന്താടാ വിഷമിച്ചൊക്കെ ചെയ്യുന്നത്? സിമ്പിൾ ആയിരുന്നില്ലേ? രസമായി ഭാവമാണത്. ആണല്ലേ? അതൊക്കെ ശ്രേയ. പ്രോബ്ലമോ പുച്ഛം, ടോപ്പിക്കോ പുച്ഛം, എല്ലാത്തിനോടും പേര് വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കും. എന്നെ കാണല്ലേ മറച്ചു വെച്ചിരിക്കും. ഓക്കെ, സോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഡിസ്കസ് ചെയ്തെല്ലാം മനസ്സിലായി, സെറ്റ് ആണെങ്കിൽ ഓക്കെ യെസ്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, നേരെ നമുക്ക് എക്സാം എഴുതാം.